CPIM-ൽ പൊടിപറത്തി അടി. CPIM-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുന്നത്. പാർട്ടിയിലെ പരസ്യ പ്രസ്താവന എന്ന് പറയുന്നത് പാർട്ടിക്ക് വിരുദ്ധമാണ്. ഏതെങ്കിലും ഒരു സഖാവിന് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ആ സഖാവ് ഏത് ഘടകത്തിലാണോ പ്രവർത്തിക്കുന്നത് അവിടെയാണ് അഭിപ്രായം പറയേണ്ടത്. ഉദാഹരണമായി ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരു അംഗമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് പറയേണ്ടത്. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലോ പരസ്യമായിട്ടോ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം CPM അനുവദിക്കുന്നില്ല. എന്നാൽ ഈ സംഘടനാ തത്വങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ജനറൽ സെക്രട്ടറി മുതൽ ഇങ്ങ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ പരസ്യമായി വന്ന് വിഴുപ്പലക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ടുണ്ടായ പരസ്യമായ വെല്ലുവിളികൾ ഇതാ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, MA ബേബിയുടെ പിന്തുണയോടുകൂടി പിണറായി വിജയനെയും MV ഗോവിന്ദനെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പരസ്യ പ്രസ്താവന എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് നീക്കങ്ങൾ. കാരണം CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നേതാക്കൾ വിളിച്ചു പറയുന്നത്. അങ്ങനെ നേരത്തെ ആയിരുന്നുവെങ്കിൽ എന്നേ അവരെ പുറത്താക്കുമായിരുന്നു. ആ നിമിഷം തന്നെ വിശദീകരണം ചോദിച്ചുകൊണ്ട് ഒന്നുകിൽ സസ്പെൻഷനിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് പാർട്ടി കമ്മീഷനെ വെച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് അയാളെ പാർട്ടിക്ക് പുറത്തേക്കോ വിടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ആർക്കും കയറി എന്തും പറയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ന് നടന്ന സംഭവം എന്നാണ്. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പരസ്യമായി പറഞ്ഞ ഒരു കാര്യം, പയ്യന്നൂർ തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പാളി. തളിപ്പറമ്പിൽ ആരാണ് മത്സരിച്ചത്? MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള. അദ്ദേഹം കുത്തിപ്പറഞ്ഞിരിക്കുകയാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളി, പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളി. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനുമാണ് മത്സരിച്ചത് എന്ന് ഓർക്കണം. അവിടെ ഈ രണ്ടുപേരും തെറ്റുതിരുത്തി വന്നു കഴിഞ്ഞാൽ പാർട്ടി സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MV ജയരാജൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, ഏത് ഘട്ടത്തിലാണ് തെറ്റുതിരുത്തിയാൽ പാർട്ടി അത്തരം ആളുകളോട് പൊറുക്കാത്തത്? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ഒരിക്കൽ നയപരമായി അവർക്ക് തെറ്റുപറ്റി, സംഘടനാപരമായി തെറ്റുപറ്റി എന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരല്ല. ആ രാഷ്ട്രീയത്തെ എതിർക്കും, അന്നത്തെ നിലപാടിനെ എതിർക്കും. അന്ന് ഞാനല്ലേ പറഞ്ഞത്, ഗോവിന്ദമാഷ നിലപാടിനെ പറ്റി വർഗവഞ്ചനയാണെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്ന കാര്യമാണത്. പാർട്ടിയെ വഞ്ചിക്കുന്നവനെ വർഗവഞ്ചകനായിട്ടാണ് കാണുക പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നയം. എന്നാൽ ആ നയത്തിന് ഘടകവിരുദ്ധമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MV ജയരാജൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. PK ശ്യാമളയെ കുത്തിക്കൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. PK ശ്യാമള ആരാണ്? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദന് MV ജയരാജന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ കുറിക്ക് തന്നെ കൊണ്ടു. അദ്ദേഹം പറഞ്ഞത് വർഗവഞ്ചകരെ പാർട്ടി അടുപ്പിക്കില്ല എന്നാണ്, വർഗവഞ്ചകരോട് മാപ്പില്ല എന്നാണ് MV ഗോവിന്ദൻ MV ജയരാജന്റെ വാക്കുകൾക്ക് മറുപടി നൽകിയത്. തെറ്റിതിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കുമല്ലോ, അതിനെന്താ സംശയമുള്ളത്? പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞികൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. ആ ശക്തിയായി തുടരുന്ന ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഒരു പൊതു നിയമം, എല്ലാവർക്കും ബാധകമായിട്ടുള്ള, ലോകത്തെ എല്ലാവർക്കും ബാധകമായിട്ടൊരു നിയമം തെറ്റിതിരുത്തിയാൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. നമുക്കറിയാമല്ലോ, TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും തെരഞ്ഞെടുപ്പിന് മുൻപായി പറഞ്ഞ കാര്യങ്ങൾ, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവർ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു. പയ്യന്നൂരിലെ രക്തസാക്ഷി
ഫണ്ട് വെട്ടിപ്പ് വിവാദം, തളിപ്പറമ്പ് ഫണ്ട് വെട്ടിപ്പ് വിവാദം, സാജൻ ആത്മഹത്യ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണ വിവാദങ്ങൾ, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതേപോലെ വീണ വിജയന്റെ CMR-ലുമായിട്ടുള്ള ഇടപാടുമായി അങ്ങനെ പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്നിട്ടുള്ള, പാർട്ടി നിരന്തരമായി നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തതിന്റെ പേരിലാണ് TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും പാർട്ടി പുറത്താക്കിയത്. പക്ഷേ ഇപ്പോൾ MV ജയരാജൻ പറയുന്നു, നിങ്ങൾ തെറ്റ് തിരുത്തി വന്നാൽ പാർട്ടി നിങ്ങളെ തിരിച്ചെടുക്കാമെന്ന്. യഥാർത്ഥത്തിൽ അത് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തളിപ്പറമ്പടക്കമുള്ള വിഷയങ്ങൾ എടുത്തിടുമ്പോൾ ആർക്കാണത് കൊള്ളുന്നത്? സാക്ഷാൽ MV ഗോവിന്ദൻ തന്നെയാണ് കൊള്ളുന്നത്. പക്ഷേ ഇവിടെ V കുഞ്ഞികൃഷ്ണൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കുന്നു, MV ജയരാജ, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളല്ലേ തെറ്റ് ചെയ്തത്? നിങ്ങളല്ലേ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചത്? നിങ്ങളല്ലേ ആന്തൂർ സാജന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളല്ലേ പ്രതിക്കൂട്ടി നിൽക്കുന്നത്? നിങ്ങളല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിൽ നിങ്ങളല്ലേ പ്രതിക്കൂട്ടി നിൽക്കുന്നത്? പിന്നെ ഞങ്ങൾ എന്ത് തെറ്റ് തിരുത്താനാണ്? എന്താണ് ഞങ്ങൾ ചെയ്തത് തെറ്റ് എന്നാണ് V കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നത്. എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞാലല്ലേ അത് തിരുത്താൻ സാധിക്കൂ. അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അത് വ്യക്തമാക്കിയാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് CPM നേതൃത്വം പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രതികരണം എന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മലപ്പുറത്ത് EMSന്റെ ലോകം എന്ന് പറയുന്ന സെമിനാറിൽ, ദേശീയ സെമിനാറിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സഖാക്കൾ ഔചിത്യം കാണിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ഔചിത്യം കാണിക്കേണ്ടിയിരുന്നത്? പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സഖാക്കൾ ഔചിത്യം പാലിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അത് ആർക്കെതിരായിട്ടാണ്? MV ഗോവിന്ദനും പിണറായി വിജയനും എതിരായിട്ടാണ്. കാരണം ഈ രണ്ടു പേരാണ് ആത്യന്തികമായി സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിച്ചത്. അതുകൊണ്ട് MA ബേബിയുടെ വാക്കുകൾ പോയിക്കൊള്ളുന്നത് MV ജയരാജൻ പറഞ്ഞ അതേപോലെ തന്നെ MV ഗോവിന്ദന്റെ നെഞ്ചിലേക്കാണ് MA ബേബിയുടെ വാക്കുകളും വന്നുകൊള്ളുന്നത്. അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. ആ ഒരു വശമുണ്ട്. അവിടം കൊണ്ടും തീർന്നില്ല CPM-ലെ പരസ്യ പ്രസ്താവന. ഇതാ വരുന്നു. ദേശാഭിമാനി ചീഫ് എഡിറ്ററും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള പുത്തലത്ത് ദിനേശന്റെ FB പോസ്റ്റ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം CPM-ന് പറ്റിയ ഓരോ പാളിച്ചകളും അദ്ദേഹം പരസ്യമായി തൻ്റെ FB പോസ്റ്റിൽ പറഞ്ഞു. നേരത്തെ ഇത് CPM-ൽ സംഭവിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ഒരിക്കലും CPIM-ൽ ഇങ്ങനെ സംഭവിക്കില്ല. പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി ഇങ്ങനെ പരസ്യ പ്രസ്താവന നടത്തുന്നവരെ അപ്പോൾ തന്നെ നടപടിയെടുത്ത് പുറത്താക്കുക, അല്ലെങ്കിൽ അപ്പോൾ തന്നെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി വന്ന് പരസ്യ പ്രസ്താവന നടത്തുന്നത്. അതിന്റെ ഭാഗമായി ദേശാഭിമാനി ചീഫ് എഡിറ്ററായിട്ടുള്ള പുത്തലത്ത് ദിനേശൻ, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്, അദ്ദേഹം ഓരോന്നോരോന്നായി വിശദീകരിക്കുന്നു. അദ്ദേഹം ആദ്യം പറയുന്നത് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥികളുടെ തീരുമാനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ശരിയായിരുന്നില്ല എന്നാണ് പുത്തലത്ത് ദിനേശൻ കഴിഞ്ഞ ദിവസം FB പോസ്റ്റ് പറഞ്ഞത്. രണ്ടാമതായി ശബരിമല കൊള്ള വിഷയത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള A പത്മകുമാർ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നടപടി പാർട്ടിയിൽ നിന്ന് ഉണ്ടായില്ല എന്നാണ് പുത്തലത്ത് ദിനേശന്റെ വിമർശനം. മറ്റൊരു വിമർശനം G സുധാകരൻ, TK ഗോവിന്ദൻ, അതേപോലെ V കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ളതാണ്. മറ്റൊന്ന്, വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ പാർട്ടി പ്രതിരോധിച്ചില്ല. മറിച്ച് അയ്യപ്പ സംഗമത്തിൽ, ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിയെയും കൂട്ടിയാണ് പിണറായി വിജയൻ കാറിൽ വന്നത്. എന്നു മാത്രമല്ല, യോഗി ആദിത്യനാഥ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസ്താവന ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചതും പാർട്ടി വിരുദ്ധമാണ് എന്ന് പുത്തലത്ത് ദിനേശൻ പറഞ്ഞു വെക്കുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ പഴഞ്ചനായിരുന്നു എന്നാണ് പുത്തലത്ത് ദിനേശൻ പറയുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായി എണ്ണി പുത്തലത്ത് ദിനേശൻ പരസ്യമായി പറയുന്നു. ഒരു വഴിക്ക് പുത്തലത്ത് ദിനേശൻ, ഒരു വഴിക്ക് MV ജയരാജൻ, മറ്റൊരു വഴിക്ക് പാർട്ടി സെക്രട്ടറി, വേറൊരു വഴിക്ക് MA ബേബി. അങ്ങനെ CPIM-ൽ അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ പരസ്പരം നേതാക്കൾ പരസ്യമായി വന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട്
പൂരപ്പറമ്പിലെ അടി പോലെ പൊടി പറത്തിയുള്ള അടിയാണിപ്പോൾ CPIM-ൽ നടക്കുന്നത്. ആരാണ് ഈ പാർട്ടിയെ ഇനി തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. താഴേക്കിടയിലെ അണികൾ ഒന്നടങ്കം വന്നു നിന്നുകൊണ്ട് മാത്രമേ, സംഘടിതമായി വന്നതുകൊണ്ട് മാത്രമേ നേതൃത്വത്തെ തിരുത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ നേതൃത്വം തുടരുകയാണെങ്കിൽ ഇനിയും ഓരോ നേതാക്കളായി ഓരോ ദിവസവും ഓരോരോ അഭിപ്രായങ്ങളുമായി വരും. ആരും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് CPIM ഇപ്പോൾ വന്നുപെട്ടിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.